നമസ്കാരം. നമ്മൾ ഈ വീഡിയോ പ്രധാനമായും അടുത്തിടെ നടന്ന പാറ്റ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള ചില പ്രതികരണങ്ങളും അതേ ചൊല്ലിയുള്ള വിവാദങ്ങളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസ് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവർ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ അന്തരിച്ച മാതാപിതാക്കളെക്കുറിച്ചും വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണം നടത്തുകയുണ്ടായി. പിന്നീട് മാപ്പ് പറഞ്ഞ രംഗത്തെത്തി. എൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ ഇത് നമ്മളുടെ ഇവിടെ തന്നെയല്ല ഡൽഹിയിലെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോൾ എന്റെ മലയാളം രീതി പറയാൻ അത് ശരിയാവട്ടില്ല. അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ് വോക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എനിക്ക് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജാൻബ എങ്ങനെയാണ് ഇതാ ശരിയില്ലാത്തതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുന്നത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിരുന്നാലും അവർ നടത്തിയത് വളരെ ലാഘവത്തോടുകൂടി കാണാൻ പറ്റിയ ഒരു കാര്യമല്ല. അവർ പറയുന്നത് എന്നെ ഒരു കുട്ടിയെ പോലെ കണ്ട് മാപ്പ് നൽകണം എന്നാണ്. അവർ മാത്രമല്ല, അതിനു മുമ്പ് മറ്റൊരു ലേഡി അവർ ജനനായകൻ സിനിമയുമായി ബന്ധപ്പെട്ട റിവ്യൂവിൽ നൽകിയപ്പോൾ ഒരു തോക്കുണ്ടായിരുന്നെങ്കിൽ പ്രധാനമന്ത്രിയെ കൊന്നുകളഞ്ഞേനെ എന്നുള്ള രീതിയിൽ പ്രതികരിച്ചു. എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ എൻ്റെതാണ്, എൻ്റെ ഫോട്ടോയാണ്. ഞാൻ സിനിമയ്ക്ക് പോയപ്പോൾ റിവ്യൂ കൊടുത്തതാണ്. അത് പക്ഷേ ആ ആവേശത്തിന്റെ പുറത്ത് എൻ്റെ പൊട്ട ബുദ്ധിയിൽ ഞാൻ അറിയാതെ അത് പറഞ്ഞുപോയി. ആ ചാനലുകാർ റിവ്യൂ എടുക്കുന്നവർ നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ആ ചാനലുകാരിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനും ആ ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാണ്. അതൊരിക്കലും മോദിജിയെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും രാജ്യത്തിന് ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല. ഇതുകൂടാതെ ഈ സമരം നടക്കവേ മറ്റൊരു യൂട്യൂബറായ അനസ് പാർലമെന്റ് ഇടിച്ചു കളയണമെന്നും പോലീസുകാരെ പൊതുവെ തല്ലണമെന്നും നേപ്പാളിൽ താനത് ചെയ്തിട്ടുണ്ടെന്നും ഉള്ള രീതിയിൽ പ്രതികരണം നടത്തി. 3 പേരും മാപ്പ് പറഞ്ഞു. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും വലിയ ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടും നമ്മുടെ കേരള പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ വെച്ചായിരുന്നെങ്കിൽ ഇതിനകം ഇവർക്കെതിരെയെല്ലാം കേസെടുക്കുകയും ഇവരെല്ലാം മിക്കവാറും അറസ്റ്റിലായി അകത്തു പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ എന്ത് സന്ദേശമാണ് ഇവർക്കെതിരെ കേസെടുക്കാത്തത് നൽകുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രധാന ചോദ്യം. ഈ അടുത്തിടെ നടന്നിട്ടുള്ള കുറേ സംഭവ വികാസങ്ങൾ നമുക്കറിയാം. ഇതിപ്പോൾ നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയമായിട്ടല്ല ഈ വിഷയത്തെ കാണേണ്ടത്. BJP അല്ല, ഇനിയിപ്പോൾ UPA സർക്കാരായിരുന്നാലും പ്രധാനമന്ത്രി തന്നെയാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ പദവി, അതുപോലെ പ്രധാനമന്ത്രിയുടെ പദവി, ഇതെല്ലാം ഭരണഘടനാപരമായിട്ടുള്ള പദവിയാണ്. അവരെ അവഹേളിക്കുക എന്നുള്ളത് ശരിയായ നടപടിയല്ല. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം, ജനാധിപത്യപരമായ രീതിയിൽ പറയാം. അതിനു പകരം അവരെ ഇല്ലാതാക്കും അല്ലെങ്കിൽ ആ പോസ്റ്റിനെ മാനിക്കാത്ത രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. അതാണ് ഇവരുടെ എല്ലാം ഭാഗത്തുനിന്നുണ്ടായത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങൾ പോലും ഇതിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു പരിഗണന നൽകിയോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവരുടെ എല്ലാം അഭിപ്രായ പ്രകടനങ്ങളെ വളരെ ലാഘവബുദ്ധിയോടുകൂടിയാണ് നമ്മുടെ മാധ്യമങ്ങൾ കണ്ടത്. ഇത് ആദ്യഘട്ടത്തിൽ പലതും ചർച്ചയാക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇന്ന് ഞാനൊരു മാധ്യമത്തിൽ 24 ന്യൂസിൽ അവതാരകൻ റിപ്പോർട്ടറോട് ചോദിക്കുന്ന ഒരു ചോദ്യം കണ്ടു. എന്താണ് ഇത് സംബന്ധിച്ച് BJPയുടെ ആരോപണങ്ങൾ എന്ന്. BJPയുടെ ആരോപണങ്ങളായിട്ടാണ് ഈ ജാൻമണി ദാസിനെതിരെയുള്ള കാര്യങ്ങളെ അവതാരകൻ പോലും കാണുന്നത്. അത് പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്ന ഒരു സംഗതിയാണ് ഇവരുടെ പരാമർശങ്ങൾ. അത് സംബന്ധിച്ചല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആരോപണങ്ങൾ എന്ന രീതിയിലാണ് അവർ കാണുന്നത്. ഇതൊരു പാർട്ടിയുടെ ആരോപണങ്ങൾ ഇല്ലെങ്കിൽ തന്നെ നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ ആ അവതാരകൻ പോലും ശ്രമിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ഈ മാധ്യമ രംഗത്തുള്ള ആളുകളും കയ്യടിക്കനുസരിച്ച് വാർത്ത വായിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഇതൊരു ഒട്ടും അഭിലഷണീയമായിട്ടുള്ള സംഗതിയല്ല. മാധ്യമങ്ങൾ ഏതെങ്കിലും പക്ഷം ചേർന്ന് പറയേണ്ട ആളുകളല്ല. അവർ നിഷ്പക്ഷമായ കാര്യങ്ങളെ കാണേണ്ടവരാണ്. അവർക്ക് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോടോ ഏതെങ്കിലും വ്യക്തിയോടോ ഒന്നും പ്രത്യേക ചായ്വുണ്ടാവാൻ പാടില്ല. പ്രധാനമന്ത്രി അവർ പ്രധാനമന്ത്രിയായി തന്നെ കാണണം. പ്രധാനമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങൾ വന്നോട്ടെ, അത് കൈയടിച്ചേക്കാം, അതിന് കൂടുതൽ കൈയടി കിട്ടും എന്നവർ കരുതാൻ പാടില്ല. വിമർശനങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ ഇത് വിമർശനങ്ങളല്ല ഇവിടെ ഉണ്ടാകുന്നത്.
ഗുരുതരമായിട്ടുള്ള പ്രസ്താവനകളാണ്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണോ? നമ്മളെപ്പോലെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അത് ഗുണകരമാണോ? തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും വൈകിട്ടാണെങ്കിലും പല സ്ഥലത്തും ഇവർക്കെതിരെ കേസുകൾ വന്നിട്ടുണ്ട്, പരാതികൾ വന്നിട്ടുണ്ട്. ഇനിയെങ്കിലും പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു പോകാം. ഈ അസമിൽ നേരത്തെ അസം മുഖ്യമന്ത്രിക്കെതിരെ ഒരു കോൺഗ്രസ് നേതാവ് ഒരു വിദ്വേഷ പരാമർശം നടത്തിയിട്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ആ പരാമർശം നടത്തിയത്. അദ്ദേഹത്തെ പിന്നീട് അദ്ദേഹം കോടതിയിൽ പോയി. എന്നിരുന്നാലും കോടതിയും ആ കീഴടങ്ങാൻ നിർദ്ദേശിച്ചു. ഒടുവിൽ അദ്ദേഹം അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഈ ജാൻമണി ദാസിന്റെ സ്വദേശം അസമാണ്. അവർ അവരുടെ നാട്ടിൽ ഇത്തരമൊരു പരാമർശം നടത്തിയിരുന്നെങ്കിൽ ഇതിനകം അവർ അറസ്റ്റിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്. കേരളത്തിൽ നമുക്ക് ഉള്ള ഫ്രീഡം പല രീതിയിൽ നമ്മൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത്. അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ സ്വാഭാവികമാണ്. നമുക്ക് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. എന്നാൽ അധിക്ഷേപിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങളാവരുത് എന്നാണ് പറയാനുള്ളത്. നമ്മളുടെ സമൂഹ മാധ്യമ ഇടപെടലുകളിൽ പലപ്പോഴും വ്യക്തികളെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഉണ്ടാവുന്നത്. അത് കൂടിക്കൂടി വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതികരണവുമായി വന്നിട്ടുള്ളത്. ഇത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.